നമ്മുടെ ഭരണഘടന പറയുന്നത് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. രാഹുൽ ഗാന്ധി മുമ്പൊരിക്കൽ ഇത് അമേരിക്കയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അമേരിക്ക സന്ദർശനത്തിനിടയ്ക്ക് വീണ്ടും ആവർത്തിച്ചു. അത് മാത്രമല്ല, ഒരാൾക്ക് ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ അമേരിക്കക്കാരനുമാവാൻ കഴിയണം. പക്ഷേ ഇത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഭരണകൂടം ഇന്ത്യ ഒരു രാജ്യമല്ല, സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമാണെന്നതും ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ മറ്റ് രാജ്യത്തെ ആളുകളും കൂടി, പൗരത്വമാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല, അതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് രാഹുൽ പറയുന്നത്. രാഹുലിന് ഈ രാജ്യം രാഷ്ട്രം ഇതൊന്നും അറിയില്ല. രാഹുൽ ആദ്യം ഇന്ത്യ ഒരു ഫെഡറേഷനാണെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് അത് ഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ടു. ഫെഡറേഷൻ എന്നൊരു വാക്ക് ഭരണഘടനയിലില്ല എന്ന് മനസ്സിലാക്കി. അതിൽ യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. അത് അന്ന് തന്നെ പാർലമെൻ്ററി ഡിബേറ്റിൽ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, യൂണിയന് വേറെ വ്യാഖ്യാനം കൊടുക്കാം. യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളിലേക്ക് ഒരു യൂണിയൻ, ട്രേഡ് യൂണിയൻ പോലെ. ഫലത്തിൽ ഫെഡറേഷൻ വളഞ്ഞു പിടിച്ചു. വളഞ്ഞു പിടിച്ചു. അപ്പോൾ അതിലേക്ക് ഈ ഭരണഘടനാ ഡിബേറ്റ്സ് വായിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ വാക്കുണ്ടായത്. ഭാരതം ഒരു ഫെഡറൽ സ്റ്റേറ്റ് അല്ല, പക്ഷേ ചില കാര്യങ്ങളിൽ ഫെഡറൽ സ്വഭാവമുണ്ട് ഭരണഘടനയ്ക്ക് എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഒരു തവണ സുപ്രീം കോടതി ഈ ഫെഡറൽ സ്ട്രക്ചർ ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ ബേസിക് സ്ട്രക്ചർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ ഫെഡറൽ സ്ട്രക്ചറും കൂടെ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ സംസ്ഥാനങ്ങളും തമ്മിലുള്ള വഴക്ക്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വഴക്ക്, അവിടെ വരുമ്പോൾ ഭരണഘടനയ്ക്കൊരു ഫെഡറൽ സ്വഭാവമുണ്ട്. എന്നാൽ കേന്ദ്രം സമ്പൂർണ്ണമായിട്ട് സംസ്ഥാനങ്ങൾ പറയുന്ന കേൾക്കണമെന്നോ തിരിച്ച് കേൾക്കണമെന്നോ വാശി പിടിക്കുന്നത് ശരിയല്ല. ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് രണ്ടുപേരും തയ്യാറാകണം, പ്രത്യേകിച്ച് ഫൈനാൻസിൽ ഇതിലേക്ക്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ കാശ് തന്നില്ല എന്നുള്ള ഹർജിയൊക്കെ അവർ സുപ്രീം കോടതി എൻ്റർടൈൻ ചെയ്യാൻ കാര്യം ഇതിങ്ങനെയാണ്. സംസ്ഥാനത്തിന് സ്വയംഭരണമൊന്നുമില്ല, പക്ഷേ എന്ന് വെച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രത്തിനും അധികാരമില്ല. അപ്പം ശ്വാസം മുട്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കിയത്. ശ്വാസം മുട്ടിക്കുന്നില്ല. ബട്ട് ഇവർക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, ഇവരുടെ സ്വയംകൃതാനർത്ഥം കൊണ്ട്. അപ്പോഴാണ് കോടതി പറഞ്ഞത് എന്തെങ്കിലും ശരി, ന്യായമൊന്നുമില്ല, നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഗിവ് ദം സംതിങ്. അപ്പോൾ പിന്നെ അടുത്ത വർഷത്തേക്കുള്ളത് ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് തീർക്കും. ഇവിടെയൊക്കെയാണ് ഈ ഫെഡറൽ തത്വങ്ങൾ. ഇതൊന്നും അറിയാതെയാണ് എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളുടെ ഭരണഘടന ഫെഡറലാണെന്നും നമ്മളുടെ ഫെഡറൽ സംവിധാനത്തിൽ BJP-ക്കാർ വരെ ഫെഡറൽ സംവിധാനം, നരേന്ദ്രമോദി കോപ്പറേറ്റീവ് ഫെഡറലിസം, എന്താ അർത്ഥം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞിട്ടില്ല, വേറെ ആരും ചോദിച്ചിട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് പുള്ളി കോപ്പറേറ്റീവ് ഫെഡറലിസം. ഈ ഫെഡറൽ എന്നുള്ള വാക്ക് ഗോൾവൽക്കറുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എണീറ്റ് തല്ലിയനെ വരെയാണ്. ഇറ്റ് വാസ് ഡിബേറ്റഡ് സച്ച് ഇൻറ്റൻസ്ലി ഡ്യൂറിങ് ദാറ്റ് ടൈം. വി ആർ നോട്ട് എ ഫെഡറേഷൻ. കാരണം ഈ 540 നാട്ടുരാജ്യങ്ങളെ തുന്നിക്കെട്ടി പട്ടേൽ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ വിട്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിച്ചേർത്തത് എന്തിനാണ്? പിന്നെ എന്തിനാണ് കൂട്ടിച്ചേർത്തത്? വിട്ടുപോകാൻ അവകാശമുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഒരിക്കലും വിട്ടു പോകരുത് എന്നുള്ള വാശിയിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് ചേർക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും വിട്ടുപോകാൻ ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ പട്ടാളത്തെ വെച്ച് നേരിടുകയും ചെയ്യും. അതാണ് ഭാരതത്തിൻ്റെ ഹിസ്റ്ററി. ഇപ്പോൾ ജുനാഗഡ് പാകിസ്ഥാനിൽ ലയിക്കണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ഹൈദരാബാദ് പാകിസ്ഥാനിൽ ലയിക്കണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ഹൈദരാബാദിൽ പോലീസ് ആക്ഷൻ ഓർഡർ ചെയ്തത് പട്ടേലാണ്. ബലം പ്രയോഗിച്ച് അടിച്ച് നിസാം സ്ഥലം വിട്ടു. അപ്പോൾ അങ്ങനെ ആണ് ഇന്ത്യ എന്ന പൊളിറ്റിക്കൽ യൂണിറ്റ് ഉണ്ടാകുന്നത്. അതേസമയം ഈ പൊളിറ്റിക്കൽ യൂണിറ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യ? ഇന്ത്യ എന്നുള്ള വാക്ക് അതിന് മുമ്പുണ്ട്. ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്ക് അതിന് മുമ്പുണ്ട്. അതെന്തായിരുന്നു? യൂണിയനാണോ ഫെഡറേഷനാണോ? ഭാരത് എന്നുള്ള വാക്ക് അതിന് എത്രയോ മുമ്പുണ്ട്. ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഉപയോഗിച്ച് തുടങ്ങിയത് വ്യാപകമായിട്ട്. മുഗളന്മാരുടെ കാലത്തും ആരോ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നു. എനിവേ ഇറ്റ് ഈസ് എ ലേറ്റർ ഓൺ വേർഡ്. അതിനും പഴയതാണ് ഭാരതം. അതെന്തായിരുന്നു? യൂണിയനായിരുന്നോ?
ഫെഡറേഷനായിരുന്നോ? അതാണ് ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത്. അതൊരു നേഷനായിരുന്നു, അതിൻ്റെ അടിസ്ഥാനം സംസ്കാരമായിരുന്നു. ഇന്നും ഈ നേഷൻ്റെ അടിസ്ഥാനം സംസ്കാരമാണ്. അതുകൊണ്ടാണ് ഭാരതം ഒന്നായിട്ട് നിൽക്കുകയും പല സംസ്ഥാനങ്ങളുണ്ട്. ഭാരതം ഉണ്ടായ കാലത്ത് എത്ര സംസ്ഥാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര സംസ്ഥാനമുണ്ട്, ഇനി എത്രയോ സംസ്ഥാനങ്ങൾ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. നോക്കൂ, ഉത്തർപ്രദേശ് സുനിൽ എഴുതി വെച്ചോളൂ, അൺമാനേജബിളാകും കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ വലിപ്പവും ജനസംഖ്യയും വെച്ച്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യയുണ്ട്. അതെ, 26 കോടിയോ മറ്റോ ആയി. രാവിലെ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഉത്തർപ്രദേശിൻ്റെ മറ്റേ അറ്റത്ത് എത്തുള്ളൂ. ആ അവസ്ഥയാണ്. അപ്പോൾ അത്രയും വലിയൊരു സംസ്ഥാനം മാനേജ് ചെയ്യാൻ പറ്റില്ല. അത് ചെറിയ സംസ്ഥാനങ്ങളാക്കേണ്ടി വരും. ഇത് ജനസംഘത്തിൻ്റെ തുടക്കത്തിൽ ദീനദയാൽ ഉപാധ്യായ പറഞ്ഞിരുന്നു. പണ്ട് ഭാരതം 56 ജനപദങ്ങളായിരുന്നു. 56 ജനപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സംസ്ഥാനം എന്ന് ഏകദേശ അർത്ഥം വരും, കൃത്യമല്ലെങ്കിൽ. 56 ജനപദങ്ങളുണ്ടായിരുന്നു. തിരുവിതാംകൂർ എത്ര ചെറുതായിരുന്നു നോക്കിക്കേ. അത്രയും ചെറുതായതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ എന്ന മീശക്കൊമ്പന് അത് നേരെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയത്. കൊച്ചി വളരെ ചെറുതായതുകൊണ്ടാണ് ശക്തൻ തമ്പുരാന് ശക്തനാവാൻ സാധിച്ചത്. കൊച്ചി എന്ന് പറയുന്നത് ഇവിടുന്ന് ആന്ധ്രാപ്രദേശ് വരെ ഉണ്ടെന്ന് വെച്ചോ, എന്ത് ശക്തൻ! നിങ്ങൾക്ക് ശക്തി പിന്നെ വാൻ സൈന്യവും സെറ്റപ്പും ഒക്കെ വേണ്ടി അൺമാനേജബിളാകും. അത്രയും വലിയ സൈന്യത്തിൻ്റെ സെറ്റപ്പൊന്നും ആവശ്യമില്ല. സോ സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ ഇത് പൊളിറ്റിക്കൽ യൂണിറ്റ് തീരുമാനിച്ചു. സെൻറ്ററായിരിക്കും ഈ പറഞ്ഞ ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, ഫോറിൻ അഫെയർസ്, ഇതൊക്കെ ബേസിക്കലി സെൻറ്റർ നോക്കും. പട്ടാളം സെൻറ്ററിൻ്റെ കയ്യിലായിരിക്കും. സിവിൽ ഏവിയേഷൻ, വിമാനങ്ങൾ സെൻറ്ററിൻ്റെ കയ്യിലായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൻ്റെ കയ്യിലായിരിക്കും. സംസ്ഥാനങ്ങൾക്ക് അവരുടെ ജലഗതാഗതം അത് സംസ്ഥാനത്തിൻ്റെ വകുപ്പാണ്. കൃഷി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമാകാം. വിദ്യാഭ്യാസം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമാകാം. ഇതുപോലെ ഫ്ലെക്സിബിളാക്കി ക്രിമിനൽ നിയമം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമാകാം. ആ പഴുത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മമതാ ബാനർജി അപരാജിത ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ല് കൊണ്ടുവരാൻ ഞാൻ നോക്കിയിട്ട് ഭരണഘടനാപരമായിട്ട് ഇവർക്ക് അവകാശമുണ്ട്. മമതാ ബാനർജിക്ക് അത് കേന്ദ്രം വകവെച്ച് കൊടുക്കേണ്ടി വരും. അതേസമയം കേന്ദ്രം IPC, ഇപ്പോൾ BNS, IPCയിൽ ഇതിന് വധശിക്ഷയില്ല, ജീവപര്യന്തമാണ്. ആ ജീവപര്യന്തം കുറച്ച് 7 കൊല്ലമാക്കിയെന്ന് വെച്ചോ മമത, അതാക്കാൻ പാടില്ല. നിങ്ങൾക്ക് ക്രിമിനൽ നിയമങ്ങൾ കടുപ്പിക്കാൻ അവകാശമുണ്ട്, നേർപ്പിക്കാൻ അവകാശമില്ല. ഇതാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ക്രിമിനൽ ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഭരണഘടനയുടെ സ്ട്രക്ചർ. ഇതൊന്നും അറിയാതെ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധനാണ്. ബേസിക്കലി സുനിൽ നോക്കിക്കോളൂ, 3 ചിന്താധാരകളാണ് ഭാരതത്തിൽ. ഒന്ന്, ഭാരതം ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ, ഓർമ്മിച്ചെടുക്കാനാവാത്ത കാലം മുതൽ നിലവിലിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ടീം, അവരാണ് നാഷണലിസ്റ്റുകൾ. പിന്നെ നെഹ്റുവിൻ്റെയൊക്കെ തിയറി, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഈ പൊളിറ്റിക്കൽ യൂണിറ്റ് ഉണ്ടായത്. ആ പൊളിറ്റിക്കൽ യൂണിറ്റിനെയാണ് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇത് ഉണ്ടാക്കി. എന്നിട്ട് തന്നെ നമ്മളൊരു രാഷ്ട്രം ആയി വരുന്നേ ഉള്ളൂ. മെൽറ്റിംഗ് പോട്ട് തിയറി എന്നൊക്കെ പറയും. ഒരു ഇതിൽ കലത്തിൽ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെന്ത ആയി മുഴുവനായില്ല, ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടേതെന്ന്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാനം. ഇതാണ് അടിസ്ഥാനമെന്ന് കോൺഗ്രസ്സിന് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അവർ പറയുന്നത് നമ്മൾ ഒരു രാഷ്ട്രമല്ല, ആവണമെന്ന് നിർബന്ധവുമില്ല. പല രാഷ്ട്രങ്ങൾ, സബ് നാഷണാലിറ്റീസ്, ഇത് അതിൻ്റെ മാതൃക അവർ സോവിയറ്റ് യൂണിയനാണ് എടുത്തത്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, റിപ്പബ്ലിക്സിൻ്റെ ഒരു യൂണിയൻ, അതാണ് സോവിയറ്റ് യൂണിയൻ. ആ തിയറി വെച്ചിട്ട് അവർ പറഞ്ഞു ഭാരതത്തിൽ വേറെ 17 രാജ്യങ്ങളാണ്, അതിൻ്റെ ഒരു യൂണിയൻ, യൂണിയൻ ഓഫ് ഇന്ത്യൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. ഇങ്ങനെ ഇതാണ് അവരുടെ സങ്കല്പം. ഇതുകൊണ്ടാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മിക്കവാറും ഒരുമിച്ച് ഒരേ ചിറകുള്ള പക്ഷികളാവുന്നത്. കാരണം ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇയാളും അയാളും തിയറിറ്റിക്കലി ഒന്നാണ്. അയാൾ പറയുന്നത് ഇത് ഒരു രാഷ്ട്രമായിട്ട് വരുന്നു, മറ്റേ ആൾ പറയുന്നു ഒരു രാഷ്ട്രമായിട്ട് വരുന്നില്ല, വരേണ്ട കാര്യവുമില്ല.
ബട്ട് ബേസിക്കലി അവർ തമ്മിലൊരു യോജിപ്പുണ്ട്, ഇതൊരു രാഷ്ട്രമല്ല. അതുകൊണ്ടാണ് അറ്റ് എനി ഗിവൺ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് നോക്കിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായിട്ട് ചേരുമോ BJPയുമായിട്ട് ചേരുമോ? കോൺഗ്രസുമായിട്ട്. അതിന് കാര്യം എന്താ? ബേസിക് അവരുടെ ഉള്ളിൽ ഇത് കിടക്കുന്നു. മതേതരത്വം മണ്ണാങ്കട്ടയൊന്നുമല്ല, ഈ സാധനമാണ് പക്ഷേ ഈ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ ഈ രാജ്യങ്ങളുടെ ഈ സംയോജനം സാധ്യമാക്കിയത്? ആയിക്കോട്ടെ, അതാണ് അവരുടെ ക്ലെയിം. അതാണ് ഈ നിങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ സംയോജനം സർദാർ പട്ടേൽ നടത്തിയത് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റാണ്. ആ ആർഗ്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഭാരതം നിലവിൽ വരുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. എൻ്റെ സിമ്പിൾ ചോദ്യം ഇതേ ഉള്ളൂ, അതിനു മുമ്പ് എന്തായിരുന്നു ഇത്? ഭാരതമായിരുന്നില്ലേ? ആയിരുന്നില്ലേ? ആയിരുന്നു. തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് ഉണ്ടായിരുന്നോ? ഇല്ല. കൊച്ചിയിൽ നിന്ന് മലബാറിലേക്ക് കടക്കാൻ പാസ്പോർട്ടുണ്ടോ? ഇല്ലായിരുന്നു. ഇവിടുന്ന് കാശി വരെ, അവിടെയാണല്ലോ മോക്ഷം കിട്ടുന്നത്, കാശി വരെ പോകുന്നു. ഏത് രാജാവ് ഭരിക്കുന്നു ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഇപ്പോഴും നമ്മൾ തിരുപ്പതിയിൽ പോകുന്നു, ഏതെല്ലാം ജില്ലകളിലൂടെ, അവിടെയൊക്കെ ജില്ലാ കളക്ടർ ആരായ നമുക്കെന്ത്? ജനങ്ങളെ ഇന്നുമില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഉണ്ടാക്കി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടിയില്ല. ഞങ്ങൾക്ക് മറുപടിയുണ്ട്, ദേശീയവാദികൾക്ക്, നാഷണലിസ്റ്റിന് മറുപടിയുണ്ട്. ഈ സംസ്കാരം ഉണ്ടായിരുന്നു, ആ സംസ്കാരമാണ് ഈ രാഷ്ട്രത്തിൻ്റെ ആധാരം. ബേസ് അതാണ്. രാഷ്ട്രത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ സംസ്കാരമാണ്, രാഷ്ട്രീയമല്ല. രാഷ്ട്രീയത്തിന് ഒരുമിപ്പിക്കാൻ സാധ്യമല്ല, വഴക്കിടിക്കാനേ സാധ്യമുള്ളൂ. ഇല്ലേ? ഒരമ്പലം CPM പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ BJPക്കാർ വെറുതെ ഇരിക്കുമോ? കമ്മിറ്റിയിൽ എങ്ങനെയെങ്കിലും ഒരാൾ അതിനകത്ത് കണക്കില്ല, കമ്മിറ്റിക്ക് വഴക്ക് തുടങ്ങും. രാഷ്ട്രീയം ഈസ് ഓൾവേസ് ഡിവിസിബിൾ, പൊളിറ്റിക്സ് ഈസ് ഡിവിസീവ്. അതുകൊണ്ടാണ് സാധാരണ മാന്യന്മാർ പൊളിറ്റിക്സിൽ എനിക്ക് രാഷ്ട്രീയം അറിയുകയൊക്കെ ചെയ്യാം, അറിയില്ല, അഭിപ്രായം പറയില്ല എന്ന് പറയുന്നത് ഈ സാധനം വഴക്കിൽ വെച്ച് കലാശിക്കും. അപ്പോൾ രാഹുലിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ പോലെ ഇന്ത്യ ചിതറിപ്പോകട്ടെ എന്നാണോ? അതെ. അപ്പോൾ അതുകൊണ്ട് രാഹുലിന് എന്താ അയാൾ പറഞ്ഞിട്ടില്ല, ലോക്സഭയിൽ പറഞ്ഞല്ലോ അയാൾ, ഇന്ത്യ ഈസ് എ ഡയലോഗ്. കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്, ഇന്ത്യ ഈസ് എ ഡയലോഗ്, യൂണിയനും സ്റ്റേറ്റും ഒന്നുമല്ല. ഇന്ത്യ ഈസ് എ ഡയലോഗ്. വാക്ക് തർക്കങ്ങളുടെ ഒരു സംഘാതമാണ് ഇന്ത്യ. ഉദാഹരണമായിട്ട് പുള്ളി പറഞ്ഞു, हमको क्या चाहिए उत्तर प्रदेश को, हम तमिलनाडु को बोलते हैं, तमिलनाडु को क्या चाहिए वो हमको बोलेंगे. തമിഴ്നാടിന് എന്ത് വേണമെന്ന് ഉത്തർപ്രദേശിനോട് പറയും, ഉത്തർപ്രദേശ് തമിഴ്നാടിനോട് പറയും. ശരി, ഇത് കൊടുക്കുന്നതാരാ? എനിക്കിത് വേണമെന്ന് പറഞ്ഞു, മറ്റേ ആളും വേണമെന്ന് പറഞ്ഞു, കൊടുക്കുന്നതാരാ? അത് രാഹുൽ ഗാന്ധി പറയുന്നില്ല, അങ്ങനെ ആലോചിച്ചിട്ടുമില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ഹിസ് കോംപ്രഹെൻഷൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനോട് ഈ അറ്റോമിക് തിയറി പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവന് മനസ്സിലാവില്ല. അതിനും ചേമ്പലയിൽ വെള്ളം ഒഴിച്ചു പോലെ പോകും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് രാഹുൽ ഗാന്ധി. അല്ല, അതിലൂടെ രാഹുൽ ലക്ഷ്യം വെക്കുന്നത് എന്താ? ലക്ഷ്യം വയ്ക്കുന്നത് BJPയെ ഡിഫെൻസീവിലാക്കുക. BJP ഇപ്പോൾ ഡിഫെൻസീവിലാണ്. രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇൻറ്റേർണൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അമിത്ഷാ പറഞ്ഞു. ഇന്നതാ TV-യിൽ ഒഴുകിപ്പോയതാണ് കുറച്ചു മുമ്പ്. ഇത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പറച്ചിലിനോടുള്ള പ്രതികരണമാണ്. അപ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്നത് ആരാ? രാഹുൽ ഗാന്ധിയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ആൻഡ് ഫോർ ഹെവൻസ് സേക്ക് ലെറ്റ് BJP അണ്ടർസ്റ്റാൻഡ് ദിസ്, ദാറ്റ് യു ആർ നോട്ട് സെറ്റിംഗ് അജണ്ട എനി മോർ. നൗ വട്ട് എവർ ഫൂളിഷ് തിങ് മേ ബി, അയാളാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ. അതാണ് ദുരിതം. കുറേ കാലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പ്രതിസന്ധി അതാണ് എന്ന് BJP മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രതിസന്ധി. ഈ അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയാലല്ലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. BJPയുടെ IT സെല്ല് നമ്മൾ അമിത് മാളവി അടിച്ച് തകർക്കുകയല്ലേ. ചുമ്മാ അങ്ങോട്ട് റീട്വീറ്റ് ചെയ്യുക, രാഹുൽ ഗാന്ധിയെ കളിയാക്കുക. ഇതുകൊണ്ടൊന്നും നിങ്ങൾ പ്രതിരോധത്തിലാണ്. അതാദ്യം മനസ്സിലാക്കുക. പ്രത്യാക്രമണത്തിലേക്ക് മാറുക, അത് സാധിക്കുന്നില്ല. അതൊക്കെ ആലോചനകളുണ്ടാവുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിജിറ്റൽ കൺട്രോൾ, പലവിധ മോദികൾ വരുന്നു. IT സെല്ലിനും ഒരു ശാസന പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷേ ശാസന കിട്ടിയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് IT സെല്ലിന് വലിയ പിടിയൊന്നുമില്ല. കാരണം അവർ കൂട്ടത്തിലുള്ളവരെ ആക്രമിച്ചാണ് അവർക്ക് ശീലം. BJP IT സെല്ല് നോക്കിയിട്ടുണ്ടോ?
BJP ക്കകത്ത് വിമതന്മാരുണ്ടെങ്കിൽ അവരെ ചീത്ത പറയുക. ഇതാണ് അവരുടെ. അല്ല, ഒരു വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനകത്ത് വിമതന്മാരിങ്ങനെ ബഹളം വെക്കുന്നത് ശരിയാണോ? വിമതന്മാർ എപ്പോഴും ബഹളം വയ്ക്കും. വിമതന്മാർ റാഡിക്കൽസ്, യു കനോട്ട് അവോയ്ഡ് ദം. മാനേജിങ് ദ ഡിസെൻറ്റ് എന്ന് പറഞ്ഞൊരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. ശത്രുവിന് കരുത്ത് കൂട്ടൂലേ? ശത്രുവിന് കരുത്ത് കൂട്ടുകയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ എതിരഭിപ്രായമുള്ളവരെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ശക്തരാകും. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. നിങ്ങൾക്കത് ചെയ്യേണ്ടി വന്നില്ലേ? ഇപ്പോൾ ഈ 240 സീറ്റായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മയപ്പെടേണ്ടി വന്നില്ലേ? മയപ്പെട്ടില്ലേ? നിങ്ങൾ പതുക്കെ സൈഡ് ലൈൻ ചെയ്യാൻ നോക്കിയ ഗഡ്കരിയെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫുൾ ചുമതല കൊടുക്കേണ്ടി വന്നില്ലേ? വരാൻ പോകുന്ന 10 അസംബ്ലി സീറ്റിൻ്റെ ചുമതല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യോഗി ആദിത്യനാഥിന് കൊടുത്തില്ലേ UP-യിൽ? നോബഡി ഫ്രം സെൻറ്റർ വിൽ ഇൻ്റർവീൻ. അല്ല, അങ്ങനെ you have learned lessons from your arrogance. ഉറപ്പായിട്ടും. എസ്പെഷ്യലി BJP-യുടെ സെൻട്രൽ IT സെല്ലിലിരിക്കുന്ന അമിത് മാളവിയ പോലെയുള്ള പച്ച പൊട്ടന്മാരുടെ അവരുടെ പ്രവൃത്തിയുടെ ഫലമാണ് BJP അനുഭവിച്ചത്. നിങ്ങൾ എന്താ വിചാരിച്ച് ഒരാൾ പാർട്ടിയിൽ എതിർപ്പ് പറഞ്ഞ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ചുമ്മാ അങ്ങോട്ട് എടുത്തു കളയാമെന്നോ? കളയട്ടെ അമിത് മാളവിയ, എന്നിട്ട് നോക്കാം. ലെറ്റ് us see. അല്ല, ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഏത് ക്രൈസിസ്? വിച്ച് ക്രൈസിസ്? എന്ത് ക്രൈസിസ്? യു വേർ സ്പീക്കിംഗ് ഓഫ് 400 പാർ. വാസ് ഇറ്റ് എ ക്രൈസിസ്? വാസ് ഇറ്റ് എ ക്രൈസിസ്? നിങ്ങൾക്ക് 2014 ഭൂരിപക്ഷം കിട്ടി, 2019 അതിൽ കൂടുതൽ ഭൂരിപക്ഷം തന്നു. ക്രൈസിസ് എന്തായിരുന്നു? നിങ്ങൾ എന്തിനാ കൂടെയുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കിയത്? ഉപദ്രവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ UP-യിലെ തോൽവിക്ക് നിങ്ങൾ സമാധാനം പറ. You bring one BJP man, मैं फाड़ के दिखाता हूँ उसको. He will not answer. Even you will not. Vadayar Sunil will not stand my questions. Vadayar Sunil ഈ കപടഭക്തിയാണല്ലോ BJP-യുടെ നേർക്കുള്ള, അത് എൻ്റെ മുമ്പിൽ നിൽക്കില്ല. ചിരിക്കുന്നതാണല്ലേ? See, you have to have guts to analyze the failure, accept the failure, manage the defense. നിങ്ങളുടെ കൂടെയുള്ളവരെ കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കണം. അത് ചെയ്യാത്തതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് മഹാരാഷ്ട്ര ഇപ്പോൾ ഗഡ്കരി ഏൽപ്പിച്ചു? ദർ കുഡ് ബി സം അതർ പൊളിറ്റിക്സ് ഓൾസോ, ഐ ഡോണ്ട് നോ. ബട്ട് പാർലമെൻ്ററി ബോർഡിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ടോപ്പ് പാർലമെൻ്ററി ബോർഡാണ്. അതിൽ നിന്ന് ഒരു കാരണവും കൂടാതെ മാറ്റി നിർത്തപ്പെട്ടവനാണ് ഗഡ്കരി. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഫുൾ മഹാരാഷ്ട്ര അദ്ദേഹത്തെ ഏൽപ്പിക്കേണ്ടി വന്നിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ. അല്ല, വീഴ്ചകളിൽ നിന്നല്ലേ പഠിക്കുക. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് വീഴ്ചയേ അല്ല, ക്രൈസിസിലെ ചലഞ്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ തെറി പറഞ്ഞതാണ്. ക്രൈസിസ് വന്നു കഴിയുമ്പോൾ അമിത് മാളയെ വെച്ച് നിങ്ങൾ തെറി പറയാനാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ഇഫ് യു ഫീൽ ദാറ്റ് അമിത് മാളവ്യ ക്യാൻ സേവ് യുവർ പാർട്ടി, പ്ലീസ് ഡു ദാറ്റ്. കീപ് ദാറ്റ് ഫൂൾ ആസ് ഗോഡ് ആൻഡ് സഫർ. അല്ല, TG ഇന്നലെ പറഞ്ഞത് എനിക്കും പ്രത്യാശ നൽകുന്നുണ്ട്. അതായത് ഒരുപാട് മോദിമാർ ഡീസെൻട്രലൈസേഷൻ വരുന്നു. ഡീസെൻട്രലൈസേഷൻ വരും. കാരണം പാർട്ട്ലി അവരെ അസർട്ട് ചെയ്യുന്നതുകൊണ്ടും പാർട്ട്ലി സെൻറ്റർ മനസ്സിലാക്കിയത് കൊണ്ടും. സെൻറ്റർ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കുകയൊന്നുമില്ല. പാർട്ട്ലി ഇവരെ അസർട്ട് ചെയ്തു, യോഗി അസർട്ട് ചെയ്തു, പ്ലെയിനായിട്ട് അസർട്ട് ചെയ്തു. ഹിമന്ത ബിശ്വയെ തൊടാൻ ആർക്കും ധൈര്യമില്ല. പുഷ്കർ സിംഗ് ധാമയെ തൊടില്ല, മോഹൻ യാദവിനെ തൊടില്ല, മോഹൻ മാഞ്ചിയെ തൊടില്ല. ബിക്കോസ് ഇവരെല്ലാം ലോക്കൽ ലീഡേഴ്സാണ്. നിങ്ങൾക്ക് ലോക്കൽ ലീഡേഴ്സ് വേണ്ടായിരുന്നു ഒരു കാലത്ത്, ഇല്ലേ? ഈ പറഞ്ഞ പേരുകളൊന്നും നിങ്ങൾ കേട്ടിരുന്നില്ല. ബട്ട് ഒരു പക്ഷേ ഇത് നേരത്തെ കാലയെ കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് മധ്യപ്രദേശിലും ഒറീസയിലും ഒക്കെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ സംഭവം കൈവിട്ട് പോകും. അമിത് മാളവ്യയുടെ സ്ട്രാറ്റജിയിൽ പോയി നാട്ടുകാരെ മുഴുവൻ ചീത്ത പറഞ്ഞ് ജയിക്കാമെന്ന് വിചാരിച്ചാൽ ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ അങ്ങനെ മാറ്റാത്തത് പിന്നെ അത് വേറൊരു പുലിവാലാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നോട്ട് ബിക്കോസ് ഹി ഈസ് ബ്രൈറ്റ്. യു സീ വാട്ട് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ. BJP സെൻട്രൽ IT സെൽ, ഫോർ മാറ്റർ നമ്മുടെ കേരളത്തിലെ IT സെൽ, എക്സെപ്റ്റ് ഈ മോദിയുടെ പ്രസംഗം റീട്വീറ്റ് ചെയ്യുകയല്ലാതെ എന്ത് ജോലിയാണ് ഇത്? കൂടാതെ കൂടെയുള്ളവരെ ചീത്ത പറയുക, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നു TG പറയുന്നില്ലേ? അല്ല പറഞ്ഞപ്പോൾ അത് അങ്ങനെയൊന്നും അല്ല. അവരെ ചീത്ത വിളിക്കേണ്ടത് തന്നെയാണ്. ഒരു ക്രൈസിസിൽ ശത്രുക്കൾക്ക് ശക്തി പകരുന്നു. ആരാണ് ശത്രുവിന് ശക്തി പകർന്നത്?
അല്ല അത് ശരിയല്ലേ? ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ക്രൈസിസിന് എതിരാളിക്ക് ആയുധം കൊടുക്കാമോ? ക്രൈസിസിന് എത്രയോ മുമ്പാണ് നിങ്ങൾക്ക് ഇവരെല്ലാം വാണിംഗ് തന്നുകൊണ്ടിരുന്നത്. ക്രൈസിസിന് എത്രയോ മുമ്പ്. ഞാൻ വേറെ കാര്യം ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പ്രശ്നം ഏത് ക്രൈസിസ് ഉള്ളപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്? 2015 എന്ത് ക്രൈസിസ് ആയിരുന്നു പറ? ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അമിത്ഷാ പറയുന്നു. അമിത്ഷായുടെ കയ്യിലല്ലേ ഇതിരിക്കുന്നത് പൗരത്വ പ്രശ്നം? അതിലൊരു തീരുമാനം എടുക്കാത്തത് എന്താ തീരുമാനം എടുക്കാത്തത് ഇത്രയും കാലമായിട്ട്? എന്നിട്ട് ആഭ്യന്തര സുരക്ഷ ഒന്നുകിൽ പറ അയാൾ ഇവിടുത്തെ പൗരനാണെന്ന് പറ, കിൽ ദാറ്റ് ഇഷ്യൂ. മതിയോ? പോരെ തൽക്കാലം? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഉറപ്പായിട്ടും. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.